blessing today. This program is sponsored by ബ്ലെസ്സിങ് ടുഡേയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന പലരും കൂടി ചേർന്നിട്ടാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കാക്കനാട് നിന്നുള്ള ജസ്വിൻ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരോഗ്യമുണ്ടാകട്ടെ, എല്ലാ രോഗങ്ങളിൽ നിന്നും വിടുതലുണ്ടാകട്ടെ. കോട്ടയത്തു നിന്നുള്ള സാലിക്കുട്ടിക്കും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകനും മകൾക്കുമായി പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി ലഭിക്കുവാൻ, അവരുടെ വിവാഹ ജീവിതം കർത്താവെ നല്ല ഭവനം ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഹൈദരാബാദിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൾ പ്രഗ്നൻ്റ് ആണല്ലോ കർത്താവെ, ആരോഗ്യമുള്ളൊരു കുഞ്ഞുണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള രാജാമണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൻ സന്തോഷിനും ഭാര്യ അശ്വതിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ഒരുമിച്ച് ചേർത്തതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കുടുംബപരമായ എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. ഭോപ്പാലിൽ നിന്നുള്ള സുലോചന ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുണ്ടാകട്ടെ, എല്ലാ രോഗങ്ങളിൽ നിന്നും വിടുതൽ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരോഗ്യമുണ്ടാകട്ടെ, രോഗങ്ങളിൽ നിന്ന് വിടുതലുണ്ടാകട്ടെ, കൃഷിയിൽ വലിയ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. കർത്താവെ, ന്യൂഡൽഹിയിൽ നിന്നുള്ള ബാബു CS വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു നല്ല ഭവനം കേരളത്തിൽ ഉണ്ടാകുവാനും അപ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാനുമായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ന്യൂഡൽഹിയിൽ നിന്നുള്ള സുജ ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ നന്മകളാലും അവരെ നിറയ്ക്കണമേ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഈ എല്ലാ സ്പോൺസേഴ്സിനെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് എല്ലാ സ്പോൺസേഴ്സിനോടുമുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കോഴഞ്ചേരി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നവംബർ 14 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, കോഴഞ്ചേരി. ഈ നിൽക്കുന്ന ആൻറ്റിയുടെ പേര് അമ്മിണി എന്നാണ്. തനിക്ക് 56 വയസ്സുണ്ട്. ആൻറ്റി പറയുന്നത് 47ാമത്തെ വയസ്സിൽ ചെറിയൊരു ആക്സിഡൻറ്റ് പോലെ ഒരു കാര്യം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അന്ന് തുടങ്ങിയ പ്രശ്നമാണ്. അപ്പോൾ ഏകദേശം 9 വർഷത്തോളമുണ്ട് ഈ പ്രശ്നം തുടങ്ങിയിട്ട്. ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, തനിക്ക് ആടുകളുണ്ട്, ആട്ടിൻ്റെ കൂടുണ്ട്. ആൻറ്റി ഒരിക്കൽ 9 വർഷം മുമ്പ് ഈ ആട്ടിൻകൂട്ടിൽ അതിന് വെള്ളം കൊടുക്കാൻ ചെന്നപ്പോൾ ആൻറ്റി പറഞ്ഞ ഏകദേശം ഈ വലിപ്പത്തിലുള്ള പലകയുണ്ടായിരുന്നു ആട്ടിൻ്റെ കൂടിന്. അതിൽ ചവിട്ടിയപ്പോൾ പെട്ടെന്ന് അത് ഒടിഞ്ഞു. തൻ്റെ വലത്തെ കാൽ അതിനകത്തേക്ക് ഇറങ്ങി. ഒടിഞ്ഞ ഹോളിനകത്തേക്ക് തൻ്റെ വലത്തെ കാലിലേക്ക് ഇറങ്ങി. അപ്പോൾ അതിനിടയിൽ ആ പലകയുടെ ഇടയിൽ മുട്ടിൻ്റെ ഈ ഭാഗം ഞെരുങ്ങിയിട്ട് അവിടെയുള്ള ഞരമ്പിന് ക്ഷതം സംഭവിച്ചു. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇതിന് ശേഷം ആൻറ്റി വേദന കൊണ്ട് ഡോക്ടറെ അടുക്കൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഭാഗത്തെ ഞരമ്പിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതുകൊണ്ട് തനിക്ക് യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ, കാല് മടക്കാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കാല് നീട്ടി ഇരിക്കാൻ പറ്റത്തുള്ളൂ. വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടറെ അടുക്കൽ ചെന്നപ്പോൾ ഡോക്ടർ ചെയ്തത് ഓയിൽമെൻറ്റ് കൊടുത്തു, അതിനുശേഷം ഗുളികകൾ കൊടുത്തു. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഇത് കഴിക്കുമ്പോൾ കുറവുണ്ട്, പുരട്ടുമ്പോൾ കുറവുണ്ട്, പിന്നീട് ഇങ്ങനെ ഇത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇത്രയും നാൾ ഈ 9 വർഷത്തോളം ഈ വേദന കടിച്ചു പിടിച്ച് ആൻറ്റി ജീവിച്ചു. സംഭവിച്ച കാര്യം ഇതാണ്, ഇതേ വർഷം തന്നെ ഫെബ്രുവരി മാസം 28-ാം തീയതി തൃശ്ശൂരിൽ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നു. അത് ഈ ടൗൺ ഹാളിൽ വെച്ചല്ല, ഹോട്ടൽ കാസനോവയിൽ വെച്ചാണ് നടന്നത്. അന്ന് നമ്മുടെ ക്ഷമാ സിസ്റ്ററാണ് അവിടെ ശുശ്രൂഷിക്കാൻ വന്നിരുന്നത്. ഡാമിയൻ ബ്രദർ അന്ന് ഉണ്ടായിരുന്നില്ല. ക്ഷമാ സിസ്റ്ററാണ് അത് ശുശ്രൂഷിക്കാൻ വന്നത്. അങ്ങനെ ക്ഷമാ സിസ്റ്റർ ഇങ്ങനെ ശുശ്രൂഷിച്ച സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു പേര് വിളിച്ചു. അമ്മിണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആൻറ്റി പറയുന്നത് അതിനുശേഷം
ആ പേർ ചൊല്ലി വിളിച്ചു, അന്ന് താൻ വിശ്വസിച്ചു, അന്ന് കർത്താവ് തൊട്ടു. അതിനുശേഷം നീണ്ട 9 വർഷമായി താൻ മരുന്ന് കഴിച്ചിട്ട് ഓയിൽമെൻറ്റ് പുരട്ടിയിട്ട് പല പണിയും നോക്കിയിട്ട് മാറാത്ത വേദന സ്വർഗത്തിലെ ദൈവം എടുത്തു മാറ്റി. ഇന്ന് ആൻറ്റിക്ക് ഒരു കുഴപ്പമില്ല, വലത്തെ കാൽമുട്ടിന് ഒരു കുഴപ്പമില്ല. കർത്താവ് പേർ ചൊല്ലി വിളിച്ച് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ അനുഗ്രഹിച്ചു. ഇന്ന് സാക്ഷ്യമായി ആ ദൈവം ബ്രദറിന്റെ അടുക്കൽ ഈ ആൻറ്റിയെ നിർത്തിയിരിക്കുക. ആൻറ്റി, ഈ കഥയെല്ലാം ശരിയാണോ? പേര് വിളിച്ച് അമ്മണിയെന്ന് വിളിച്ചു. അപ്പം എൻ്റെ കൂടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു ചേച്ചീനാന്ന് പറഞ്ഞു. വിളിച്ചു പറഞ്ഞു. പക്ഷേ ഈ 9 വർഷമായിട്ടുണ്ടായിരുന്ന വേദന എപ്പോഴാണ് മാറിപ്പോയത്? ഇത് പറഞ്ഞു കഴിഞ്ഞ് ഞാനിങ്ങനെ എന്നാൽ നീണ്ടു പോട്ടെ സാക്ഷ്യം പറയാൻ, ഒരു 5-6 മാസം കൂടെ കഴിഞ്ഞത്തെ സമയത്ത് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വിചാരിച്ചു. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കാലിൽ കൊണ്ടു നടന്ന ആ വേദന നമ്മൾ വിചാരിക്കും ഇതൊന്നും വേറെ ആരും അറിയുന്നില്ലെന്ന്. പക്ഷെ നമ്മുടെ ചെറിയ നൊമ്പരങ്ങൾ പോലും യേശു അറിയുന്നു. 2, ഒരു വലിയ കൂട്ടത്തിന് നടുവിൽ നമ്മൾ നിൽക്കുമ്പോഴും വ്യക്തിപരമായി യേശുവിനെ നമ്മെ കാണാം. നമ്മുടെ പേരറിയാം, നമ്മുടെ പ്രയാസം അറിയാം. After the betrothal, the girl and boy will be separated for 12 months. വിവാഹ നിശ്ചയത്തിന് ശേഷം 12 മാസത്തേക്കെങ്കിലും പെൺകുട്ടിയും ആൺകുട്ടിയും വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത്. They cannot meet each other. അവർക്ക് പരസ്പരം കാണുവാനായിട്ട് സാധ്യമല്ല. They cannot meet or contact each other through WhatsApp. വാട്സ്ആപ്പ്, ഇന്നത്തെ പോലത്തെ വാട്സ്ആപ്പിലൂടെ അവർക്ക് പരസ്പരം ബന്ധപ്പെടാൻ സാധ്യമല്ല. അവർക്ക് ചാറ്റ് ചെയ്യാൻ They സാധ്യമല്ല. cannot make a call. അവർക്കൊരു വിളി They വിളിക്കാനായിട്ട് cannot സാധ്യമല്ല. send even an SMS. അവർക്കൊരു SMS പോലും അന്നത്തെ കാലത്ത് They'll be വിടാൻ പറ്റില്ല. completely separated for അവർ 1 year. പൂർണ്ണമായിട്ടും ഒരു വർഷത്തേക്ക് വേർപെട്ട് ഇരിക്കേണ്ടി വരും. Today we are in that time of separation. ഇന്ന് നാം അത്തരമൊരു വേർപാടിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. The betrothal is over. നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. Jesus is our bridegroom. യേശു കർത്താവ് ഇപ്പോൾ നമ്മുടെ മണവാളനാണ്. We are preparing ourselves to be the bride of Christ. ഇപ്പോൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ വേണ്ടി നാം നമ്മെ തന്നെ But ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. always remember one thing. എന്നാൽ എല്ലായ്പ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. The separation time is the preparation time. ഓർക്കുക, വേർപാടിന്റെ വേർപെട്ട് നിൽക്കുന്നതിന്റെ സമയം എന്നുള്ളത് അതൊരു ഒരുക്കത്തിന്റെ സമയം കൂടെയാണ്. So we are in the times of preparation. നാം എല്ലാവരും ഒരുക്കത്തിന്റെ സമയത്താണ്. Hallelujah. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി പറഞ്ഞ് ഞാൻ ഒരുങ്ങുകയാണ്. ഞാൻ ഒരുങ്ങുകയാണ്. The bridegroom, if you remember, is preparing the living accommodation for his would-be wife. ഓർക്കുക, ഇപ്പോൾ മണവാളൻ ഇപ്പോൾ വീട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മണവാട്ടിക്ക് വേണ്ടി വീട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. And the bride is getting prepared for the wedding day. എന്ന് മാത്രമല്ല, മണവാട്ടി കല്യാണ ദിവസത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Shout a bigger hallelujah. ഒരു വലിയ ഹല്ലേലൂയ പറയാമോ? But this may be shocking to you. ഒരുപക്ഷെ ഇത് നിങ്ങളെ അമ്പരപ്പെടുപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. If you look around with spiritual eyes, 2 brides are being prepared today. നിങ്ങളുടെ ആത്മീക കണ്ണുകൾ തുറന്നുകൊണ്ട് നിങ്ങൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ 2 മണവാട്ടിമാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. Everything the Lord Jesus does, Satan will imitate. ഏത് കാര്യങ്ങളും ദൈവം ചെയ്യുന്നത് സാത്താൻ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. If Jesus is doing miracles, Satan will do counterfeit miracles. യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ സാത്താൻ അതിന്റെ എതിർ അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. If Jesus says I am going to get married, Satan says I will also get married. യേശു കർത്താവ് ഞാൻ വിവാഹം ചെയ്യുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സാത്താനും പറയുകയാണ് ഞാനും ഒരു വിവാഹം ചെയ്യാൻ പോകുകയാണ്. Are you listening to me? ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? When Jesus says I am betrothed to a girl, Satan says I am also betrothed to a girl. യേശു കർത്താവ് ഞാൻ ഒരു കന്യകയുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് യേശു കർത്താവ് പറയുമ്പോൾ സാത്താനും പറയുകയാണ് ഞാനും മറ്റൊരു സ്ത്രീയുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. The bride of Christ is getting prepared on one side. ഓർക്കുക, ക്രിസ്തുവിന്റെ മണവാട്ടി ഒരു ഭാഗത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. The bride of Antichrist is also getting prepared in the world. അപ്പോൾ തന്നെ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയും മറ്റൊരു ഭാഗത്ത് അവനു വേണ്ടി സാത്താനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Okay, brother, is that told in the Bible? ബ്രദറെ ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ?
Revelations chapter number 17. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം. The whole chapter is about the bride of Antichrist. ആ 17-ാം അധ്യായം മുഴുവൻ നാം വായിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയെ കുറിച്ചിട്ടാണ്. The Holy Spirit calls her even a prostitute. ബൈബിളിൽ പരിശുദ്ധാത്മാവ് ആ സ്ത്രീയെ ഒരു വേശ്യ എന്ന പദപ്രയോഗത്തിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. Usually, a bride has the final preparation in a beauty parlor. നിങ്ങൾക്കറിയാം, സാധാരണയായിട്ട് ഒരു മണവാട്ടിയുടെ അവസാനത്തെ ഒരുക്കം നടക്കുന്നത് ഒരു ബ്യൂട്ടി പാർലറിലാണ്. See, in the same way, അതുപോലെ തന്നെ the bride of Christ also will have her final preparation in a beauty parlor. ഓർക്കുക, അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ടുള്ള സഭയുടെയും ഒരുക്കം ഒരു ബ്യൂട്ടി പാർലറിലാണ് നടക്കുന്നത്. But the main preparation will be done by herself. എന്നാൽ അതിന്റെ ആദ്യത്തെ പ്രധാന ഒരുക്കങ്ങളെല്ലാം അവൾ തന്നെയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. But the real beautician, the Holy Spirit, will come to scene to give her the final beautification process. എന്നാൽ ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ യഥാർത്ഥത്തിലുള്ള വലിയ ബ്യൂട്ടീഷ്യൻ എന്നുള്ളത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ ക്രിസ്തുവിന് വേണ്ടി ശരിയായ വിധത്തിൽ ഒരുക്കിയെടുക്കുന്നത്. So if you think in that line, you will understand that there are two beauty parlors functioning in the world. ആ വിധത്തിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ബ്യൂട്ടി പാർലറുകൾ ഇവിടെ, ആത്മീക ഭാഷയിൽ രണ്ട് തരത്തിലുള്ള ബ്യൂട്ടി പാർലറുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. One is run by the Holy Spirit and he is the beautician. ആദ്യത്തെ ബ്യൂട്ടി പാർലർ, അതിന്റെ ബ്യൂട്ടീഷ്യനായി പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ബ്യൂട്ടി പാർലർ. The other parlor is run by the devil. എന്നാൽ രണ്ടാമത്തെ പാർലർ സാത്താനാൽ പ്രവർത്തിക്കപ്പെടുന്ന ഒരു പാർലറാണ്. The bride of Christ is getting more and more beautiful every day. ഓർക്കുക, ക്രിസ്തുവിന്റെ മണവാട്ടി പരിശുദ്ധാത്മാവെന്ന ബ്യൂട്ടീഷ്യന് കീഴിൽ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ സുന്ദരിയായി കൊണ്ടിരിക്കുകയാണ്. But the bride of Antichrist is getting uglier and uglier every day, sinful and sinful every day. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ പാർലറിനകത്തുള്ള മണവാട്ടി ഓരോ ദിവസം കഴിയുന്തോറും വൃത്തികെട്ട രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. One side, one part is done by herself. സൗന്ദര്യ ശുശ്രൂഷയുടെ ഒരു ഭാഗം അവൾ തന്നെയാണ് ചെയ്യുന്നത്. But the other side is done by a beautician. എന്നാൽ മറ്റേ ഭാഗം ചെയ്യുന്നത് ഒരു ബ്യൂട്ടീഷ്യൻ ആണ്. Hallelujah. Hallelujah. Listen to me, please. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും, If you allow the Holy Spirit to beautify yourself, beautify your spiritual life, beautify your character, he will continue his work in you. ഓർക്കുക, പരിശുദ്ധാത്മാവെന്ന ബ്യൂട്ടീഷ്യനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യത്തെ സൗന്ദര്യവൽക്കരിക്കുവാൻ, അവനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാമെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങൾക്കുള്ള സകലത്തെയും സൗന്ദര്യവൽക്കരിക്കും. Lift your hands and tell him, Lord, come and beautify my life. കൈകളൊന്ന് ഉയർത്തിയിട്ട് പറഞ്ഞേ, കർത്താവേ എന്നെ ഒന്ന് സൗന്ദര്യവൽക്കരിക്കണേ. So 1 year of preparation. അതുകൊണ്ട് ഒരു വർഷത്തെ ഒരുക്കം. That 1 year does not denote 365 days in our lives. ആ ഒരു വർഷം എന്നുള്ളത് ഒരിക്കലും 365 നമ്മുടെ ജീവിതത്തിലെ പോലത്തെ ദിവസങ്ങളല്ല. But in our personal life, it is a process. It is a lifelong process. എന്നാൽ ആത്മീകമായിട്ട് അത് ചിന്തിക്കുമ്പോൾ അതൊരു നീണ്ട കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. Are you there? നിങ്ങൾ എത്ര പേര് എന്റെ കൂടെ ഈ മെസ്സേജിന്റെ കൂടെ ഉണ്ട്? Lifelong. ഇത് ജീവിത അവസാനം വരെയുള്ള ഒരു കാലഘട്ടമാണ്. But if you take the body of Christ at large, പൊതുവിൽ ക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ച് നിങ്ങൾ എടുത്തു പഠിച്ചാൽ it prolongs for many centuries. ഇത് ഒത്തിരി വർഷങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്നതാണെന്ന് കാണാം. Hallelujah. Hallelujah. So during this preparation time, അതുകൊണ്ട് ഈ ഒരുക്കത്തിന്റെ സമയത്ത് the bride is collecting a lot of jewelry. ഈ സമയത്ത് മണവാട്ടി ഒത്തിരി സ്വർണ്ണാഭരണങ്ങൾ അവൾ കളക്ട് ചെയ്തു വെക്കും. Lot of dress. അപ്പോൾ തന്നെ നല്ല നല്ല വസ്ത്രങ്ങൾ അവൾ കണ്ടെത്തി വെക്കും. And so many things that she would carry to the groom's house. എന്തെല്ലാം കാര്യങ്ങൾ ചെറുക്കന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമോ അതെല്ലാം അവൾ നേരത്തെ തന്നെ ഒരുക്കി എടുത്തു വെക്കും. So I'm going to give you a collection of
dress now. ഈ സമയത്ത് ഡ്രസ്സിന്റെ അല്ലെങ്കിൽ ഉടുപ്പിന്റെ ഒരു കൂമ്പാരത്തെ കളക്ഷനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇനി പറയാനായി പോകുന്നത്. Are you willing to collect all of them? ഇതൊക്കെ കൂട്ടിവെക്കാനായിട്ട് വാങ്ങിച്ചു വെക്കാൻ നിങ്ങൾ എത്ര പേർ തയ്യാറുണ്ട്? If you know that you are getting prepared to be the bride of Christ, you have to collect one by one. ഈ വസ്ത്രങ്ങളുടെ ഓരോ കാര്യങ്ങളും അറിഞ്ഞെങ്കിൽ മാത്രമേ ക്രിസ്തുവിന് വേണ്ടി ഓരോന്നോരോന്നായി കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരുങ്ങിയിരിക്കാനായി സാധിക്കുകയുള്ളൂ. Number one dress that you get when you get engaged with Christ is the garment of salvation. ക്രിസ്തുവുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു മണവാട്ടി ആദ്യമേ തന്നെ കളക്ട് ചെയ്ത് വെക്കേണ്ട ആദ്യത്തെ വസ്ത്രമാണ് രക്ഷാവസ്ത്രം. എല്ലാവരും ചേർന്ന് ഉറക്കെ പറഞ്ഞ രക്ഷാവസ്ത്രം. രക്ഷാവസ്ത്രം. ഉറക്കെ പറയാം രക്ഷാവസ്ത്രം. രക്ഷാവസ്ത്രം. അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുക, നിങ്ങൾക്ക് രക്ഷാവസ്ത്രം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് രക്ഷാവസ്ത്രം കിട്ടിയിട്ടുണ്ടോ? This is the first dress garment that we wear. ഇതാണ് ആദ്യമേ നാം ധരിക്കേണ്ട വസ്ത്രം എന്നുള്ളത്. Isaiah chapter number 61. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 61-ാമത്തെ അധ്യായം. Verse number 10. I delight greatly in the Lord. My soul rejoices in my God, for he has clothed me with garments of salvation. ഞാൻ യഹോവയിൽ അത്യന്തം സന്തോഷിക്കും, എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും. മണവാളൻ തലപ്പാവ് കൊണ്ട് സ്വയം അലങ്കരിക്കുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങൾ അണിയുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിക്കുകയും. രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. എല്ലാവരും പറഞ്ഞ രക്ഷാവസ്ത്രം. രക്ഷാവസ്ത്രം. This we receive the moment we receive Jesus as our personal savior into our life. ഈ വസ്ത്രം നാം സ്വീകരിക്കുന്നത് യേശു കർത്താവിനെ എപ്പോഴാണ് നമ്മുടെ സ്വന്തം രക്ഷിതാവായി നാം ആദ്യം സ്വീകരിച്ച ആ നിമിഷം നമുക്ക് കിട്ടുന്ന വസ്ത്രമാണ് രക്ഷാവസ്ത്രം. Maybe you can never see this like you see a churidar. ഒരുപക്ഷേ ഒരു ചുരിദാർ കാണുന്നത് പോലെ നിങ്ങൾക്ക് കണ്ണുകൊണ്ടത് കാണാൻ സാധിച്ചില്ലെന്നിരിക്കും. But spiritually, if you are born again, you are clothed with the garments of salvation. എന്നാൽ നിങ്ങൾ ആത്മീകമായി വീണ്ടും ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആത്മീകമായി ഈ രക്ഷാവസ്ത്രം ഉടുക്കപ്പെട്ടവരായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. Thank the Lord for the garments of salvation. രക്ഷയുടെ വസ്ത്രം കർത്താവ് നമ്മെ ഉടുപ്പിച്ചതിനായി കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാല്. Hallelujah. ഹല്ലേലൂയ. Always keep the garment of salvation properly well. അതുകൊണ്ട് എല്ലായ്പ്പോഴും കിട്ടിയ രക്ഷാവസ്ത്രത്തെ സൂക്ഷിച്ചുപയോഗിക്കുക. The second garment is the robe of righteousness. രണ്ടാമത്തെ വസ്ത്രം എന്നുള്ളത് നീതിയുടെ വസ്ത്രമാണ്. In the same verse we read like this, and arrayed me in a robe of his righteousness. അതേ വചനത്തിൽ യെശയ്യാവ് 61:10 എഴുതിയിട്ടുണ്ട്, നീതി എന്ന മേലങ്കി മീതെ അണിയിക്കുകയും ചെയ്തിരിക്കുന്നു. Hallelujah. Hallelujah. We receive both these dress from the Lord. ഈ രണ്ട് ഉടുപ്പുകളും കർത്താവിൽ നിന്നാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. This is not the second one. The robe of righteousness is not our righteousness, our works of righteousness, because the Bible says all the works, our work of salvation is like filthy rag. ഈ നീതിയുടെ വസ്ത്രം എന്നിവിടെ എഴുതിയിരിക്കുമ്പോൾ ഈ നീതി എന്നുള്ള നമ്മുടെ മനുഷ്യരുടെ നീതിയല്ല. കാരണം ബൈബിൾ പറയുന്നു മനുഷ്യന്റെ നീതിയും നീതിപ്രവർത്തികളും കറ പുരണ്ട തുണിക്ക് സമാനമാണ്, മറിച്ച് അത് കർത്താവിന്റെ നീതിയാണ്. Hallelujah. Hallelujah. So this garment of righteousness we received as a free gift from the bridegroom. അതുകൊണ്ട് കർത്താവിന്റെ ഈ നീതിയുടെ വസ്ത്രം നമ്മുടെ മണവാളനായ കർത്താവിൽ നിന്ന് മണവാട്ടിയായ നമുക്ക് സൗജന്യമായി ലഭിച്ച ഒന്നാണ്. Hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? The third one is the garment of praise. മൂന്നാമത്തെ വസ്ത്രത്തിന്റെ പേരാണ് സ്തുതിയുടെ വസ്ത്രം. Isaiah chapter number 61 and verse number 3. യെശയ്യാവിന്റെ പ്രവചനം 61-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം. It is mentioning a garment of praise instead of a spirit of despair. അവിടെ എഴുതിയിട്ടുണ്ട് വിഷാദ ഹൃദയത്തിന് പകരം സ്തുതി എന്ന മേലങ്കിയും നൽകുവാനും. Before coming to Christ, sometimes you must have lived in depression.
suppression or oppression or suppression. ഒരു പക്ഷേ ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുൻപ്, യേശുവിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് ഹൃദയത്തിൽ വളരെയധികം നിരാശയും വേദനകളും വിഷാദവും ഉള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. But when you come to the Lord, എന്നാൽ കർത്താവിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്ന് He കഴിയുമ്പോൾ is gifting you with another dress called the garment of praise. ഇവിടെ ദൈവം നിങ്ങൾക്ക് തരുന്ന അടുത്ത സമ്മാന ഉടുപ്പാണ് സ്തുതി എന്ന മേലങ്കി ഉടുപ്പ്. Hallelujah. Hallelujah. Psalm 40 says, I was lying in a desolate pit. സങ്കീർത്തനം 40 പറയുകയാണ്, ഞാൻ നാശകരമായ കുഴിയിലായിരുന്നു. But the Lord set my feet upon a rock. എന്നാൽ എൻ്റെ ദൈവം എൻ്റെ കാലുകൾ ഒരു പാറമേൽ നിർത്തി. And He gave me praises in my lips. എന്നിട്ട് എൻ്റെ വായിൽ അവൻ ഒരു പാട്ട് നൽകി. This is called the garment of praise. ഇതിനെയാണ് കർത്താവിന്റെ സ്തുതിയുടെ ഉടുപ്പ് എന്ന് പറയുന്നത്. All throughout my life I was living in disappointment. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ വിഷാദത്തിലും നിരാശയിലും ജീവിച്ച There വ്യക്തിയാണ്. was no hope in my heart. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് പ്രത്യാശയില്ലായിരുന്നു. But when I engaged with Christ, എന്നാൽ എപ്പോൾ ഞാൻ എൻ്റെ ക്രിസ്തുവുമായിട്ട് എൻ്റെ വിവാഹ നിശ്ചയം രക്ഷയിലേക്ക് വന്നുവോ, there comes hope into my ആ heart. നിമിഷം എൻ്റെ അകത്തേക്ക് ഒരു പ്രത്യാശ അകത്തേക്കുണ്ടായി. And always I start singing to my bridegroom. ആ നിമിഷം മുതൽ ഞാൻ എൻ്റെ പ്രിയനു വേണ്ടി, മണവാളനു വേണ്ടി പാട്ടുപാടാനായി തുടങ്ങി. So I am dressed with a garment of praise. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ മണവാളൻ നൽകിയ സ്തുതിയുടെ ഉടുപ്പാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. You know, the first garment I got was what? The garment of salvation, the robe of salvation. നാം ആദ്യം നമുക്ക് കർത്താവ് തന്ന ഉടുപ്പിന്റെ പേരെന്തായിരുന്നു? രക്ഷാവസ്ത്രം. Secondly, I got the garment of righteousness. രണ്ടാമതായിട്ട് കിട്ടിയ ഉടുപ്പിന്റെ പേരെന്തായിരുന്നു? നീതിയുടെ വസ്ത്രം. Now I have the garment of praise. മൂന്നാമതായിട്ട് ഇപ്പൊ എന്റെ കയ്യിൽ മറ്റൊരു ഉടുപ്പുണ്ട്, അതാണ് സ്തുതിയുടെ മേലങ്കി. I will praise the Lord at all times. എല്ലാ കാലത്തും ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തും. ഇനി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവിധമായ നന്മകളും ഇവരുടെ മേൽ വന്ന് ചേരുവാനായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപകൾ ഇവരുടെ മേൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജോലി സംബന്ധമായി എവിടെ ചെന്നാലും തടസ്സങ്ങളുള്ള ചില വ്യക്തികൾ, സാമ്പത്തിക കാര്യത്തിന് എവിടെ ചെന്നാലും തടസ്സങ്ങളുള്ള ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതൽ സംഭവിക്കുകയാണ്. ചില ഭവനങ്ങളിൽ താമസിക്കുമ്പോൾ നിങ്ങൾ വല്ലാതെ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഭയപ്പെടുകയാണ്, നിങ്ങളെ ഭയപ്പെടുത്തുന്ന പലതും സംഭവിക്കുകയാണ്. വീട് വിട്ട് ഓടിപ്പോകണമോ എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും ഇവരുടെ മേൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, താങ്ക് യു ലോർഡ്. വസ്തു സംബന്ധമായ ചില ഇടപാടുകളിലോ മറ്റ് കാര്യങ്ങളിലോ ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചിലർ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവെ, ഹൃദയങ്ങളെ, മനുഷ്യ ഹൃദയങ്ങളെ, ഉദ്യോഗസ്ഥരുടെ ഹൃദയങ്ങളെ അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി അനുകൂലമായ നിലപാടുകൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. അന്യരുടെ കയ്യിലേക്ക് പോയിട്ടുള്ള നിങ്ങളുടെ അവകാശങ്ങൾ കർത്താവ് തിരികെ നൽകാനായിട്ട് പോകുകയാണ്. മറ്റുള്ളവരുടെ കയ്യിലേക്ക് നിങ്ങളുടെ അവകാശങ്ങൾ അവർ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ കർത്താവ് അത് നിങ്ങൾക്ക് തിരികെ തരുന്ന ദിവസങ്ങളാണ് ഈ വരുന്ന ദിവസങ്ങൾ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ ചില പ്രത്യേക രോഗങ്ങൾ കർത്താവ് എടുത്തു മാറ്റുകയാണ്. ഫിഷറിൻ്റെ അസുഖം യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം അത് സൗഖ്യം ആവട്ടെ. അതുപോലെ സ്ത്രീകൾക്കുള്ള ചില പ്രത്യേക രോഗങ്ങൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. താങ്ക് യു ലോർഡ്. വായ്ക്കകത്തുള്ള വ്രണം ഈ സമയത്ത് ഉണങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്
വണങ്ങുകയാണ്. താങ്ക് യു ലോർഡ്. തൊണ്ടയ്ക്കകത്ത് എപ്പോഴും ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് വല്ലാത്ത നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുന്ന ചില ഉടമകളെ കർത്താവ് കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ വഴികൾ തുറന്നു വരട്ടെ എന്നുകൂടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേലും അത്ഭുതകരമായ വിടുതലുകളും അനുഗ്രഹങ്ങളും ഇവരുടെ മേൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇപ്പോൾ ഞാൻ ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാളെയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ബ്രദർ ഡാമിയൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാനായിട്ട് നാളത്തെ എപ്പിസോഡ് കാണാൻ ഒരു വിദ്യാർത്ഥിയും മറക്കരുത്. എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നാളെ കോഴഞ്ചേരിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ശനിയാഴ്ച ബ്രദർ ഡാമിയൻ്റെ വിന്നേഴ്സ് ഫാക്ടറി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രത്യേകമായ ബുക്ക് സൈനിങ് സെറിമണി നടക്കുകയാണ്. വിദ്യാർത്ഥികളുമായിട്ട് മാതാപിതാക്കൾ ആ പ്രത്യേക സ്ഥലത്തേക്ക് വന്ന് ചേർന്ന് ബ്രദർ ഡാമിൻ്റെ കയ്യിൽ നിന്ന് കയ്യൊപ്പോടുകൂടിയ പുസ്തകം നേരിട്ട് വാങ്ങി പ്രാർത്ഥനയോടെ നേരിട്ട് വാങ്ങുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുകയാണ്. കടന്നു വരുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. രാവിലെ 11 മണി മുതൽ 2 മണി വരെ മാത്രമാണ് അത് നടക്കുന്നത്. അതിലേക്ക് ഞാൻ നിങ്ങളെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്, കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കൊച്ചു സന്ദേശം, ബിൽഡ് ഓൺ ഫൗണ്ടേഷൻ, അടിസ്ഥാനത്തിന്മേൽ പണിയുക. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: യിരെമ്യാവ് തന്റെ നിലത്തിന്റെ ആധാരം ആർക്കാണ് കൊടുത്തത്? ടു ഹൂം ജെറമായ gave the document of the field? Options: A. Baruch, B. Yehoiakim, C. Iriyavu, D. Sidkiyavu. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ആയം ബുക്സ് ആണ്.